Hi friends, Cyber Cafeയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു രസകരമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മീൻസ് മൊബൈൽ ആപ്ലിക്കേഷനോട് ഒരു ടാബ്ലറ്റിനോടൊക്കെ സമാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു OS ആണ്. മാത്രമല്ല ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലാപ്ടോപ്പിൽ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ ലാപ്ടോപ്പിൽ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു മീൻസ് ഗെയിമിംഗ് യൂസ് അല്ലെങ്കിൽ വലിയൊരു എഡിറ്റിംഗ് പേർപ്പസ് ഒന്നുമില്ല. ഒരു ലോ സ്പെക് ലാപ്ടോപ്പാണ്, അതായത് ലോ സെറ്റിങ്സിലുള്ള ലാപ്ടോപ്പാണ്. അപ്പം നോർമലായിട്ട് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും വെബ് സർഫിങ്ങിന് വീഡിയോ വ്യൂയിങ്ങിന് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സ്പീഡ് ആയിട്ടുള്ള, അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം എനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒക്കെ എനിക്ക് വിൻഡോസിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിചയപ്പെടുത്താനാണ് ഞാൻ ആൾട്ടർനേറ്റീവ് ടു വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു OS പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ OSൻ്റെ പേര് എൻഡ്ലെസ് OS എന്നാണ്. ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് എൻഡ്ലെസ് OS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കും ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതിലേക്കും നമുക്ക് നോക്കാം. നേരത്തെ ഞാനൊരു എങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷനൊക്കെ അതുപോലെയൊക്കെ തന്നെയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഫാസ്റ്റാണ്. നോർമൽ ഒരു ഇൻസ്റ്റാളേഷൻ എടുക്കുന്ന സമയം എടുക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 15 GB ഡൗൺലോഡിങ് സൈസ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ISO ഫയൽ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഇതൊരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ എൻഡ്ലെസ് OSൻ്റെ ഒഫീഷ്യൽ പേജാണിത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാണാം. ആദ്യം തന്നെ പറഞ്ഞ പ്രീ ലോഡഡ് വിത്ത് കണ്ടൻസ്, അതായത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കണ്ടൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഒരു ടാബ്ലറ്റൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഒരു സെൽഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആപ്പുകളൊക്കെ കാണുന്ന രൂപത്തിൽ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ അത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസറിലേക്കുള്ള ലിങ്കുകളായിട്ടാണ് കൊടുത്തതെങ്കിൽ പോലും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ PC-യിൽ അത്ര ഒരു പ്രാബല്യമില്ലാത്ത ആളുകൾക്കും ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു ആപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നേരെ യൂട്യൂബ് ഗൂഗിൾ ക്രോമിൻ്റെ പേജിലാണ് ഓപ്പണായി വന്നത്. എന്നാൽ പോലും അതൊരു ആപ്പായി ഉപയോഗിക്കുന്ന ഒരു ഫ്രീഡം നമുക്ക് അനുഭവപ്പെടാൻ അത് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വാട്സപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ഫീച്ചറാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ടൊരു PC-യിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വിൻഡോസിനേക്കാളും എന്തുകൊണ്ടും ഉപയോഗിക്കാൻ സ്മൂത്തും അതുപോലെ തന്നെ സുഖവുമാണ് ഇത്. മാത്രമല്ല വിൻഡോസിന് നമുക്ക് ഒത്തിരി ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിൻഡോസ് അവൈലബിൾ ആവുള്ളൂ. ഇത് എല്ലാം കൊണ്ടും 100% ഫ്രീ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ പറയാനുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിലുള്ള വേർഡ്, പവർ പോയിന്റ് പോലെയുള്ള ഫയലുകളൊക്കെ അതിൽ സേവ് ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് ഇതിൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആകാൻ പറ്റും. ലിബ്രെ ഓഫീസിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എൻസൈക്ലോപീഡിയ, ഇതൊക്കെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യം. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കുറേയൊക്കെ ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് കൂടിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഡീഫോൾട്ടായിട്ട് അതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ബ്ലെൻഡർ പോലെയുള്ള 3D അനിമേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ജിംബ് പോലെയുള്ള ഫോട്ടോഷോപ്പിന് തുല്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് പ്രീ ലോഡഡ് ആണ് ഈ ഒരു വേർഷനിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 15 GB ഡൗൺലോഡിങ് സൈസ് ഉണ്ട് എങ്കിൽ പോലും ഇത് ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് സോഫ്റ്റ്വെയർ സെൻറ്റർ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറൊക്കെ പോലെ തന്നെ ആപ്പ് സ്റ്റോറൊക്കെ പോലെ തന്നെ ഒരു ആപ്പ് സെൻറ്റർ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും.
ഓൾറെഡി ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ട പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്തത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു PC ആണ്. മാത്രവുമല്ല ഇതിൽ ഒരുപാട് പാരൻ്റൽ കൺട്രോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസിലും പാരൻ്റൽ കൺട്രോൾ പോസിബിൾ ആണ് തീർച്ചയായിട്ടും, പക്ഷേ ഇതിൽ പാരൻ്റൽ കൺട്രോൾ ഒന്നുകൂടി എളുപ്പമാണ് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മീൻസ് എല്ലാം കൊണ്ടും പറയുകയാണെങ്കിൽ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി OSന് വരുന്നില്ല. വിൻഡോസിലെ എല്ലാ കാര്യത്തിലും നമ്മൾ പണം നൽകേണ്ടതുണ്ട്. ഇവിടെ ഒന്നിനും നമ്മൾ എന്ത് ചെയ്യേണ്ട, പണം നൽകേണ്ടില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാനായാലും പിന്നീട് അതിൻ്റെ യൂസിങ്ങിനായാലും ശരി, ഒന്നിനും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല. പിന്നീടൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിലൊരു പണം വാങ്ങുന്ന ഒരു സിസ്റ്റം ഇതിലില്ല എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു PC ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഗെയിമിംഗ് PC ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം അത് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് തരുന്നതുമാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.